ഹലോ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോണത് സൗരയൂഥത്തെക്കുറിച്ചാണ്. നമ്മുടെ ഭൂമിയും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഉൾപ്പെടുന്ന നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ മുഖ്യ കേന്ദ്രമാണ് സൂര്യൻ. സൂര്യനെ ചുറ്റിയാണ് നമ്മുടെ ഭൂമിയും അതുപോലുള്ള ഗ്രഹങ്ങളെല്ലാം സൂര്യനെ ചുറ്റിയാണ് പരിക്രമണം ചെയ്യുന്നത്. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാണ് ജൂപ്പിറ്റർ. ഭൂമിയേക്കാൾ 11 മടങ്ങ് വലിപ്പം കൂടുതലാണ് ജൂപ്പിറ്ററിനുള്ളത്. നമ്മുടെ സൗരയൂഥത്തിലെ കേന്ദ്രബിന്ദുവാണ് സൂര്യൻ. സൂര്യന് ചുറ്റുമാണ് നമ്മുടെ വാസഗ്രഹമായ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നത്. സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഗ്രഹമാണ് ബുധൻ. എന്നാൽ സൗരയൂഥത്തിൽ ബുധനേക്കാൾ താപനില കൂടിയ ഗ്രഹമാണ് ശുക്രൻ. നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിൽ ഏകദേശം 149.6 കിലോമീറ്റേഴ്സ് വ്യത്യാസമുണ്ട്. നമ്മുടെ ഭൂമിയും സൂര്യനും തമ്മിലുള്ള ഈ ദൂരവ്യത്യാസത്തെയാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് നമ്മൾ കണക്കാക്കുന്നത്. സൗരയൂഥത്തിൽ സൂര്യനോട് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. സൂര്യനും നെപ്റ്റ്യൂണും തമ്മിൽ ഏകദേശം 4.4701 ബില്യൺ കിലോമീറ്റേഴ്സ് വ്യത്യാസമുണ്ട്. നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിക്ക് സൂര്യനെ ഒരു വട്ടം പരിക്രമണം ചെയ്യാൻ ഏകദേശം 365 ദിവസങ്ങളാണ് വേണ്ടി വരുന്നത്. എന്നാൽ നെപ്റ്റ്യൂണിനെ സംബന്ധിച്ചിടത്തോളം ഇത് 165 വർഷങ്ങൾ വേണ്ടി വരും നെപ്റ്റ്യൂണിന് ഒരു വട്ടം സൂര്യനെ ചുറ്റാൻ. സൂര്യനും ഭൂമിയും അടങ്ങുന്ന നമ്മുടെ ഈ സൗരയൂഥം സ്ഥിതി ചെയ്യുന്നത് മിൽക്കി വേ എന്ന ഗാലക്സിയിലാണ്. ഇതിൻ്റെ കേന്ദ്രബിന്ദു ഒരു ബ്ലാക്ക് ഹോളാണ്. സജിറ്റേറിയസ് എ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഈ സൗരയൂഥവും ഗാലക്സിയും എല്ലാം ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു ബിന്ദു മാത്രമാണ്. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താനുണ്ട്. ദൃശ്യപ്രപഞ്ചത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടുള്ളത്, അറിയാനും സാധിച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അപ്പോൾ ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.